ഏറ്റവും കുറച്ച് ഗൾഫ് പര്യടനം നടത്തിയ നേതാക്കളിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ. പക്ഷേ നോർക്ക റൂട്ട്സ് എന്ന മഹാപ്രസ്ഥാനം രൂപീകരിച്ച് അദ്ദേഹം പ്രവാസികളെയെല്ലാം ചേർത്ത് നിർത്തി. അബുദാബി, ദുബായ്, ഷാർജ, മസ്കറ്റ് തുടങ്ങിയ നഗരങ്ങൾ സന്ദർശിച്ചപ്പോൾ തൊഴിലാളികൾക്കൊപ്പം നിരവധി പരിപാടികളിൽ പങ്കെടുത്തു. പ്രവാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി. ഇന്നത്തെ കേരളം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കേരളം കടന്നു വന്നിട്ടുള്ള അതിതീക്ഷ്ണമായ സമര പോരാട്ടങ്ങളുടെ ഒരു വലിയൊരു ഏടിനാണ് ഇതോടുകൂടി തിരശ്ശീല വീഴുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതിനെല്ലാം ഉപരി ഇന്നോളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അത്യുജ്വലമായ സമര പോരാളികളിലൊരാൾ എന്നീ നിലകളിലെല്ലാം കേരളത്തിന് വേണ്ടിയും ഇന്ത്യക്ക് പൊതുവായി സഖാവ് നടത്തിയിട്ടുള്ള സംഭാവനകൾ കേരളം ഉള്ളിടത്തോളം കാലം സ്മരിക്കുന്നതായി. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നടന്ന VS അനുസ്മരണ പരിപാടിയിൽ വിവിധ സംഘടനകളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. മാസിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ഉദ്ഘാടനം ചെയ്തു. മലയാളം മിഷന്റെ വിവിധ ചാപ്റ്ററുകൾ, ദുബായിലെ ഓർമ്മ, അബുദാബി കേരള സോഷ്യൽ സെന്റർ അടക്കമുള്ള വിവിധ സംഘടനകൾ, ഷാർജയിലെ വിവിധ പ്രവാസി കൂട്ടായ്മകൾ, കൈരളി, ഒമാൻ എന്നിവയെല്ലാം VSനെ അനുസ്മരിച്ചു. 2000-ലാണ് VS അച്യുതാനന്ദൻ അവസാനമായി ഒമാൻ സന്ദർശിക്കുന്നത്. കേരളത്തിലെ കർഷക തൊഴിലാളി പുരോഗമന പ്രസ്ഥാനത്തിന് വളരെയധികം വേദനാജനകമായ ഒന്നാണ് സഖാവ് VSന്റെ വിടവാങ്ങൽ. സഖാവ് VS 2000 ആണ്ടിൽ ഒമാൻ സന്ദർശിച്ചിരുന്നു. ഒമാനിലെ മസ്കറ്റ്, സലാല മേഖലകളിലെ ഒരുപാട് പ്രവാസി സമൂഹങ്ങളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും സഹായം ചെയ്തിരുന്നു. ഗൾഫിലെ കേരളം എന്ന പേര് കേട്ട സലാലയിലും മലയാളി സംഘടനകളുടെ പരിപാടിക്ക് VS എത്തിയിരുന്നു. 2009-ൽ VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് പ്രവാസികളിൽ മലയാളം പ്രചരിപ്പിക്കാൻ മലയാള മിഷൻ ആരംഭിച്ചത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.